ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വിവിധ ജയിലുകളിൽ മതപരിവർത്തന കുറ്റം ചുമത്തി കിടക്കുമ്പോൾ ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പാ, വരാനിരിക്കുന്ന ഇന്ത്യയുടെ ഭൂപടം മാറ്റിവരയ്ക്കാൻ കഴിയുന്ന ചില അനുഭവങ്ങളാണ് ഈ രാജ്യത്ത് സംഭവിക്കുന്നതെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിൽ ആര് ഞങ്ങൾക്കെതിരെ അക്രമം അഴിച്ചുവിട്ടാലും കേസ് കൊണ്ട് പ്രതിരോധിക്കുന്ന രീതിയൊന്നും ഞങ്ങൾക്കില്ല. ഞാൻ ഒരു കാര്യം കൂടി ഓർക്കുന്നു. ഞാൻ 2024 ജനുവരി 23 ബഹുമാനപ്പെട്ട PG വർഗീസ് അങ്കിൾ എൻ്റെ വീട്ടിൽ വന്നു. ഡൽഹിയിലെ സുവിശേഷകൻ. കുറേ നേരം സംസാരിച്ചു. പിരിയാൻ നേരം ഞാൻ പറഞ്ഞു, അങ്കിൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താ? ഇന്നാണ് ആദരണനായ ഒറീസയിലെ സുവിശേഷകൻ ഗ്രഹാം സ്റ്റെയിൻസും 2 പിഞ്ചോമനകളും അഗ്നിക്കിരയായി മരിച്ചത്. ആ ദിവസമാണ് ഞങ്ങൾ അറിയാതെ വീട്ടിൽ കൂട്ടിയത്. കുറേ നേരം പ്രാർത്ഥിച്ചു. ഒറീസയുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ഒരു വാർത്ത അറിയാമോ? മറ്റേ അദ്ദേഹത്തെ കൊന്ന ആളിനെ പുറത്തു വിട്ട കാര്യമൊന്നുമല്ല. എനിക്കതിൽ വിയോജിപ്പൊന്നുമില്ല. എല്ലാവരും പുറത്തു വരട്ടെ, നമുക്കെന്ത് നഷ്ടം? ഒരാൾക്കും ശിക്ഷിക്കപ്പെടരുതെന്ന ഞങ്ങളെ തല്ലിൻ്റെ പേരിൽ നിങ്ങൾ ജയിലിൽ കിടക്കരുതെന്ന നമ്മുടെ ആഗ്രഹം. നിനക്കൊരു ദോഷവും വരുത്തരുത്, ഞങ്ങളിവിടെ ഉണ്ട്. ഹല്ലേലൂയ. ഒളിച്ചു പോകാനൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇവിടെ ഉണ്ട്. നമ്മൾ സുവിശേഷം പറയുന്നു, ഞങ്ങളെ ദൈവമാക്കുന്ന അത്രയും അളവിൽ ഇവിടെയുണ്ട്. മാധ്യമങ്ങളെയൊക്കെ കണ്ടു അദ്ദേഹത്തെ പുറത്തു വിട്ടത് അനീതിയായി. അതൊക്കെ ഭരണകൂടം ചെയ്യട്ടെ, വിരോധമൊന്നുമില്ല. നമുക്ക് ആരോടാ പക? ആരോടും പകയില്ല. അതാ സുവിശേഷം. എവരെയും ഇത് സ്നേഹിക്കുന്നു. ആ മനുഷ്യനും ദൈവം നല്ല നല്ല അനുഭവങ്ങൾ കൊടുക്കട്ടെ. ഇതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അപ്പോഴേ മറ്റൊരു കാര്യം കൂടി പറയാം. ഗ്രഹാം സ്റ്റെയിൻസിനെയും 2 മക്കളെയും കൊന്നൊടുക്കിയ നാട്ടിലൂടെ നിങ്ങൾ ഇന്ന് ഈ ബൈബിളുമായിട്ടൊന്ന് നീങ്ങണം. എന്താ സ്ഥിതി എന്നറിയോ? പാതിരി സാബ് അയ്യേ ദൈവദാസനെ വന്നാലും അവരനുഭവം കൊണ്ട് പഠിച്ചു. 2 പിഞ്ചോമനകളുടെ നിർദോഷ രക്തം ഹാബീലിൻ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന നസ്രായന് പിടികിട്ടി. ആ രക്തത്തിൻ്റെ ഉടമയ്ക്ക് ബോധ്യം വന്നു. 8ഉം 8ഉം തിരിയാത്ത പിഞ്ചോമനകളുടെ ശരീരം കീറിമുറിച്ചും തീക്കുള്ളിൽ കരിച്ചും കത്തിച്ചു ചാമ്പലാക്കിയ ആ ശവശരീരം ആ മണ്ണിലമർന്നപ്പോൾ രക്തസാക്ഷികളുടെ രക്തം, സുവിശേഷത്തിൻ്റെ വിത്ത, അത് വളവൃഷ്ടമായി കിളിർക്കും. ആ വൻവൃക്ഷത്തെ തകർക്കാൻ ഒരു മഹാമാരിക്കും കഴിയില്ല. അതിശക്തമായി അഞ്ഞടിക്കുന്ന ഒരു കൊടുങ്കാറ്റിനും കഴിയാത്ത വിധത്തിൽ അചഞ്ചലമാണ് ആ നാമമെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് ഇന്ന് കാണാം. അതിവേഗം യേശുവിൻ്റെ അനുഗാമികളുടെ കൂട്ടം ആ സ്റ്റേറ്റിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ വിവിധ ഇടങ്ങളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തിൽ ആര് ഞങ്ങൾക്കെതിരെ അക്രമം അഴിച്ചുവിട്ടാലും കേസ് കൊണ്ട് പ്രതിരോധിക്കുന്ന രീതിയൊന്നും ഞങ്ങൾക്കില്ല. സ്റ്റാൻ സ്വാമി എന്നറിയപ്പെടുന്ന ഒരു കർത്തൃദാസനുണ്ടായിരുന്നു, ഒരു കത്തോലിക്ക പുരോഹിതൻ. അദ്ദേഹം വളരെ പരിണതപ്രജ്ഞനായ അനുഗ്രഹിക്കപ്പെട്ടൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരിക്കൽ ഒരു അറസ്റ്റ് വരിക്കേണ്ടി വന്നു. അദ്ദേഹത്തിൽ ചാർത്തിയ കുറ്റം മാവോയിസ്റ്റാണെന്നാണ്. സ്തോത്രം. മാവോയിസ്റ്റുകളെ സഹായിക്കുന്നു എന്നൊക്കെ കുറ്റം ചുമത്തി വിചാരണ കൂടാതെ തടവറയ്ക്കകത്തിട്ടു. ദീർഘനാളിലെ വിചാരണയ്ക്കും ആ തടവിനും ശേഷം ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് പാർക്കിൻസൺസ് രോഗം പിടിച്ചു. ശരീരം വിറക്കിയ അദ്ദേഹത്തിന് കൊണ്ടുവെക്കുന്ന ഭക്ഷണം എടുത്ത് കഴിക്കാൻ വയ്യ, ചായ കുടിക്കാൻ വയ്യ, വെള്ളം കുടിക്കാൻ വയ്യ. ഇതാണ് അവസ്ഥ. ദാഹം കൊണ്ട് പൊരിഞ്ഞ് അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി ഈ വെള്ളമൊക്കെ കുടിക്കും. ഒരിക്കൽ വന്ന ജയിൽ വാർഡിനോട് പറഞ്ഞു, എനിക്കൊരു അപേക്ഷയുണ്ട്, ഒരു ആഗ്രഹമുണ്ട്. വെള്ളം കുടിക്കാൻ ഒരു സ്ട്രോ കിട്ടണം. ആ സ്ട്രോ പോലും അനുവദിച്ചു കൊടുക്കാതെ തൊണ്ട വരണ്ട് പൊട്ടിപ്പൊളിഞ്ഞ ജയിലിൽ അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു. ഇങ്ങനെ 1ഉം 2ഉം പേരല്ല, 1600-ൽ പരം ആളുകൾ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വിവിധ ജയിലുകളിൽ മതപരിവർത്തന കുറ്റം ചുമത്തി കിടക്കുമ്പോൾ ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പാ, വരാനിരിക്കുന്ന ഇന്ത്യയുടെ ഭൂപടം മാറ്റിവരയ്ക്കാൻ കഴിയുന്ന ചില അനുഭവങ്ങളാണ് ഈ രാജ്യത്ത് സംഭവിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ. ഇന്ന് കേട്ട വചനം എന്താ? അവൻ നമ്മോട് വചനം വിശദീകരിച്ചു കൊണ്ടിരുന്നപ്പോഴേ ഉള്ളം കത്തിക്കൊണ്ടിരുന്നു. ആ വിഷയത്തിലേക്ക് വേഗത്തിൽ വന്ന് എനിക്ക് ഉപസംഹരിക്കേണ്ടതുണ്ട്. സ്തോത്രം. അപ്പോൾ യേശു കർത്താവ് എന്ന അജയ്യനായ ദൈവത്തിൻ്റെ പുത്രൻ സ്നാപകൻ വിശദീകരിച്ച ആ ചിന്തയുടെ പിൻബലത്തിൽ ഇവിടെ പ്രവർത്തിച്ചത് 1000-ൽ പരം ദിവസങ്ങളാണ്. യേശുവിൻ്റെ പബ്ലിക് മിനിസ്ട്രി 3.5 കൊല്ലത്തെ ദിവസങ്ങളായിട്ട് എണ്ണി മാറ്റിയാൽ, ചില മാറ്റിവെക്കേണ്ട ദിവസങ്ങളൊക്കെ മാറ്റിവെച്ചാൽ
ഏതാണ്ട് 1050 ദിവസങ്ങൾ യേശു ഇഹലോകത്തിൽ പ്രസംഗിച്ചു. അത്രേ ഉള്ളൂ, 3.5 കൊല്ലം. ഈ 3.5 കൊല്ലത്തെ പ്രസംഗത്തിൻ്റെ ആകത്തുകയിൽ നമുക്ക് യേശുവിനെ പഠിക്കേണ്ടതുണ്ട്. ഇനി മറുവശത്തൊന്നുകൂടി നമുക്ക് യേശുവിൻ്റെ ബാല്യം മുതൽ ചില കാഴ്ചകൾ കാണാം. യേശുവെന്ന മനുഷ്യൻ്റെ ശൈശവാവസ്ഥ നിങ്ങളൊന്ന് നോക്കണേ. ശൈശവാവസ്ഥയിൽ യേശുവിനെ കാണാൻ വേണ്ടി വരുന്ന ആട്ടിടകന്മാരുണ്ട്. അവനെ കണ്ട് വന്ദിക്കാൻ വരുന്ന മനുഷ്യർ. ശൈശവാവസ്ഥയിൽ യേശുവിനെ കാണാൻ വരുന്ന വിദ്വൽ ജനങ്ങളുണ്ട്, വിദ്വാൻമാർ. അവർ തീരെ ശിശുക്കളായിരിക്കുമ്പോഴല്ല കേട്ടോ. യേശു ഇരിക്കാൻ പ്രായമായ ശേഷമാണ് അവർ വന്ന് കാണുന്നല്ല, അന്ന് രാത്രി വന്നില്ല. വചനം അങ്ങനെയാണ്. എന്താണ് കാരണം? അങ്ങനെ പറയാൻ കാരണം അവർ ശിശു ഇരിക്കുന്ന ഇടത്ത് വന്ന് അവനെ കണ്ടു. മനസ്സിലായില്ലേ? ഇരിക്കുന്ന ഇടത്ത്. ഇരിക്കൊക്കെ പരിശോധിക്കുക, അങ്ങനെ കിടക്കുന്നത്. ശിശുവിനെ വെറുതെ കണ്ടെന്നല്ല, ശിശു ഇരിക്കുന്ന ഇടത്ത്. ഇരിക്കാൻ പ്രായമായി കുട്ടി. ശിശുവിനെ കാണുക മാത്രമല്ല, എങ്ങനെ കണ്ടേ? അമ്മയായ മറിയോടുകൂടെ കണ്ടു. അപ്പോൾ അമ്മയായ മറിയോടുകൂടെ വിദ്വാജനങ്ങളൊക്കെ യേശുവിനെ കണ്ടതിൽ നിങ്ങൾക്ക് പിണക്കമുണ്ടോ? യേശുവിൻ്റെ അമ്മയായ മറിയത്തോട് പിണക്കമുള്ളവർ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. ചില തെറ്റിദ്ധരിച്ച് അങ്ങനെ നമ്മളെപ്പറ്റി പറയുന്നത്. നമുക്ക് യേശുവിൻ്റെ അമ്മയായ മറിയത്തോട് പിണക്കുണ്ടോ? വിശുദ്ധ മറിയെന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടും വേണ്ട. മാതാവെന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. തെളിവ് വേണോ ബൈബിളിൽ? പൗലോസ് ഒരിക്കൽ വിളിക്കുക, കർത്താവിൽ പ്രസിദ്ധനായ രൂപോസ്, എൻ്റെ അമ്മയായ അവൻ്റെ അമ്മയ്ക്കും വന്ദനം ചൊല്ലുവീൻ. അപ്പോൾ വിശുദ്ധന്മാരുടെ മാതൃഗണങ്ങളല്ല നമുക്ക് അമ്മമാരാ അല്ലേ? അയ്യോ, നിങ്ങളങ്ങനല്ലേ കാണുന്നേ? അങ്ങനെ കാണണം. പൗലോസിൻ്റെ അമ്മയും അന്ത്രയോസിൻ്റെ അമ്മയും യോഹന്നാൻ്റെ അമ്മയും യേശുവിൻ്റെ അമ്മയും ഒക്കെ നമുക്ക് അമ്മയാണ്. ശരിയല്ലേ? ഇനി വേറൊന്ന്, ഈ അമ്മയെ കണ്ടാൽ ആദരവ് വേണ്ടേ? വേണം. വിശുദ്ധ മറിയത്തെ എന്നെങ്കിലും കണ്ടാൽ ആദരിക്കണമെന്ന്. വാക്ക് തെറ്റിപ്പോകല്. ആരാധിക്കണം എന്ന് ഉപദേശി പറഞ്ഞിട്ടില്ല. ആദരിക്കണം. ആദരവ് വേറെ, ആരാധന വേറെ. അതെന്താ? നീ വന്ന കക്ഷികൾ കാട്ടിത്തന്നു. അവിടെ എഴുതിയിരിക്കുക, മത്തായിയുടെ സുവിശേഷം 2:10. കുഞ്ഞെ വായിക്കണ്ട, ഞാൻ പറഞ്ഞു വിട്ടോളാം. അതെന്താണെന്ന് അറിയണ്ടേ? അമ്മയായ മറിയത്തോടു കൂടെ യേശുവിനെ കണ്ടു, അവനെ വന്ദിച്ചു. അവരെ നല്ല, അവനെ വന്ദിച്ചു. ഇതാ ഞങ്ങളുടെ വ്യത്യാസം. ഞങ്ങൾക്ക് മറിയത്തോട് ബഹുമാനം ഒരു എതിർപ്പുമില്ല. പക്ഷെ വന്ദിക്കുന്നതേ, ആരാധിക്കുന്നതേ, ആരാധനയ്ക്ക് യോഗ്യനായവനെ മാത്രം. ഹല്ലേലൂയ. ഞങ്ങളൊരു ഡിബേറ്റിൽ ഒരു ചങ്ങാതി പറഞ്ഞു, യേശു എന്ന സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപിയായ ദൈവപുത്രനെ ഉൾക്കൊണ്ട ഉദരമാണോ മറിയത്തിൻ്റെ? ഞാൻ പറഞ്ഞു അതെ. ഇപ്പം സർവശക്തനെ, സർവജ്ഞാനിയെ, സർവവ്യാപിയെ ഒക്കെ ഉൾക്കൊണ്ട ഉദരത്തിൻ്റെ ഉടമയ്ക്കും ഈ കഴിവൊക്കെ വേണ്ടേ? അതൊരു നല്ല ലോജിക്കായതുകൊണ്ട് ഞാൻ മൂളി. വേണ്ടേ? സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപിയായ യേശുവിനെ ഉൾക്കൊണ്ട യേശുവിൻ്റെ അമ്മയായ മറിയത്തിനും ഈ യോഗ്യതകളൊക്കെ വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 100% ലോജിക്കാണ്. അപ്പം ഞാനൊരു ചോദ്യം ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഈ അമ്മയെ ഉൾക്കൊണ്ടൊരമ്മയില്ലേ, മറിയത്തിൻ്റെ അമ്മ, അവർക്കും വേണ്ടേ? കേട്ട പാർട്ടി പറയാ, അഹങ്കാരം പറയാനല്ല നിങ്ങളോട് പറഞ്ഞേ. ഇതെങ്ങനെ അഹങ്കാരമാകും? നീ അത് വിട്. ആ അമ്മയുടെ അമ്മയ്ക്ക് വേണ്ടേ? അങ്ങനെ പോയി അമ്മച്ചിമാരുടെ ഒരു പരമ്പര ആരാധിച്ച് മനുഷ്യൻ്റെ നാട്ടിലൊടിയല്ലേ? തീർന്നില്ല, പിന്നെ ഉണ്ട് അടുത്തൊരു കാര്യം. ഈ സർവജ്ഞാനിയായിരുന്നു മറിയുമെങ്കിൽ ദൂതൻ വന്ന് വണങ്ങിയിട്ട് പറയുക, കൃപ ലഭിച്ചോളേ നിനക്ക് വന്ദനം. രണ്ടുപേരും വന്ദനമൊക്കെ പറഞ്ഞു. ദൂതൻ പറയാ, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അത്യുന്നതൻ നിൻ്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. ഇത്രയും പറയുമ്പോൾ ഈ സർവജ്ഞാനി, സർവശക്ത ദൈവത്തിൻ്റെ മാതാവെന്നൊക്കെ വിളിക്കുന്ന ആളാണെങ്കിൽ പറഞ്ഞാൽ മതിയായിരുന്നു ദൂതൻ്റെ അടുത്ത്, എടാ കുഞ്ഞെ, എന്നോട് ഇത് വല്ലതും പറയണോ?
ഇതൊക്കെ എനിക്കറിയാം. ഇത് നീ പോയി യോസഫിനോടും നാട്ടുകാരോടൊക്കെ പറഞ്ഞാൽ മതി, ഇങ്ങനൊരു സംഭവം. കുഞ്ഞു പോകട്ടെ, പ്രോട്ടോക്കോൾ വെച്ച് ദൂതൻ താഴെയല്ലേ അല്ലേ? ഇതൊന്നും കാണുന്നില്ല. വചനം വെച്ചാൽ ഞങ്ങളെല്ലാം പറയുന്നത്, അല്ലാതെ വിരോധം ഉണ്ടായിട്ടല്ല, ഒരു വിരോധവും ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഞങ്ങളിത്രേ പറയുന്നുള്ളൂ. നമുക്കാർക്കും വിശുദ്ധ മറിയത്തോട് യാതൊരു അകലവും ഇല്ലെന്ന് മാത്രമല്ല, അതിയായ സ്നേഹം വിശുദ്ധ മറിയത്തെ ഉൾക്കൊള്ളാത്തവർക്ക് ഇതിനകത്ത് സ്ഥാനമില്ല. ഔസേപ്പിനെ ഉൾക്കൊള്ളാത്തവർക്ക് ഇതിനകത്ത് സ്ഥാനമില്ല. അത് ദൈവത്തിൻ്റെ കൃപയാണ്. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. പറയാൻ വന്ന മറ്റൊരു കാര്യമാണ്. ഇതൊക്കെ ആണെങ്കിലും ഈ നാട്ടുകാർ യേശു ജനിച്ചപ്പോഴൊക്കെ വന്ന് കണ്ടു. ആ ഓർമ്മയിൽ നമ്മൾ ഇന്നും യേശുവിനെ ഉണ്ണീശോ ആയി കാണുന്ന മനുഷ്യരാണ്. ഉണ്ണീശോ, യേശു കുഞ്ഞ്, ഇങ്ങനെയൊക്കെയാണ്. അതിനൊരു കാരണമുണ്ട്. ഞാൻ വിശദീകരിച്ച് വരുമ്പോൾ മനസ്സിലാവും. നമ്മുടെ യേശുവിൻ്റെ ശുദ്ധീകരണം ആവശ്യമില്ലാത്തവനാ. പക്ഷെ നാട്ടു നടപ്പനുസരിച്ച് അവരൊരു ആചാരം പോലെ ആലയത്തിലേക്ക് വരുമ്പോൾ അവിടെ രണ്ടുപേര്, ഒന്ന് അന്നാന്ന് പറഞ്ഞൊരു പാവപ്പെട്ട ദൈവദാസി, ഒരു പ്രവാചകൻ, മറ്റൊരാൾ ജരാനര ബാധിച്ച തേജോരൂപിയായ ഒരു ദൈവദാസൻ, പേര് ശിമയോൻ. ശിമയോൻ ഈ കുഞ്ഞിനെ കയ്യിലേക്ക് വാങ്ങി. ഈ കുഞ്ഞുങ്ങളെ കയ്യിലേക്ക് വാങ്ങിയിട്ട്, മറ്റുള്ള ആൾക്കാരുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ട് ഈ ആളുകളിങ്ങനെ ലാളിക്കുമല്ലോ. പുരുഷന്മാരത് അത്ര കണ്ടില്ല. കാരണം നമ്മൾ ലാളിച്ചാൽ കൊച്ചു മൈൻഡ് ചെയ്യല്ല, ശരിയല്ലേ? നമ്മളൊന്ന് ലാളിച്ച് നോക്കിയേ. അതുകൊണ്ടാണ് നമ്മളെ അംഗൻവാടി പഠിപ്പിക്കാൻ എടുക്കാത്ത. പിടികിട്ടിയോ? നമ്മൾ ലാളിച്ചാൽ ഏൽക്കുകയല്ല, അതുകൊണ്ടാണ്. പക്ഷേ ഈ ലാളിക്കുന്ന സ്ത്രീകൾ ചെയ്യുന്നൊരു പണി ഞാൻ കണ്ടിട്ടുണ്ട്. വേറൊരു കുഞ്ഞിനെ ഇങ്ങോട്ട് മേടിച്ചിട്ട് ഇങ്ങോട്ട് പിടിച്ച് കുഞ്ഞേന്നൊക്കെ വിളിച്ചിട്ടൊരു തല്ലും തല്ലിട്ട് വിളിക്കുക, കള്ളൻ. ഇങ്ങനെ ഡയലോഗ് തുടങ്ങുന്നു. ആ തുടക്കമാണെന്ന് ആദ്യം വിളിക്കുന്നത് എങ്ങനെയാണ്? അവരാദ്യം കാണുക ഈ കുഞ്ഞിനെ. തുടക്കം എങ്ങനെയാ? കള്ളൻ. അല്ലെങ്കിൽ ഓരോന്നിങ്ങനെ പറയും. ആട്ടെ, ശിമയോൻ ഇങ്ങനെ എന്തെങ്കിലും ആയിരുന്നു പറയണ്ടേ? ഈ കുഞ്ഞിനെ ഇങ്ങോട്ട് എടുത്തിട്ടെ, കുഞ്ഞാവേ അങ്കിളിനെ ഒന്ന് നോക്കിക്കോ, കുഞ്ഞാവേ ശ്രദ്ധിച്ച്, ആ കവിളിലൊക്കെ ഒന്ന് പിടിച്ച്. പറഞ്ഞില്ല. ജരാനര ബാധിച്ച വയോവൃദ്ധൻ ഈ കുഞ്ഞിനെ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് ആ മുഖത്തേക്ക് നോക്കിയൊരു കാഴ്ച കണ്ടു. ജാതികളുടെ മഹത്വത്തിനായി തിരുവെഴുത്ത് മുൻനിയമിച്ച നിന്റെ രക്ഷ അത് കണ്ടറിഞ്ഞ് എനിക്ക് നിന്നെ മുഖാമുഖം കാണാൻ ഒരു ഭാഗ്യം തന്നല്ലോ നാഥാ. ഈ വിളിക്കാൻ കേൾപ്പുള്ളവന്റെ മാർഗമാ സുവിശേഷത്തിന്റെ മാർഗം. ഹല്ലേലൂയ. ഈ ജ്ഞാനി വിളിക്കുക, എൻ്റെ ദൈവമേ നാഥാ. ശിമയോൻ നാഥാ എന്ന് വിളിച്ച ക്രിസ്തു എങ്ങനെയാണോ ഉണ്ണീശോ ആകുന്നത്? കഷ്ടം. ഏത് വകുപ്പിലാ? ഇയാൾ വളർത്തിയ പോലെയാ. ഇതൊക്കെ വിട്, ഈ പേക്കൂത്തൊക്കെ കളയി. ഉണ്ണീശോ അല്ലത്, നാഥൻ. ഇവനെൻ്റെ രക്ഷകൻ, ഇവനെൻ്റെ വീണ്ടെടുപ്പുകാരൻ, അവനെൻ്റെ രക്ഷ. ആ തിരിച്ചറിവുള്ള, ആ ബോധ്യമുള്ള, ആ അനുഭവമുള്ള ശിമയോനെ പോലെ നമുക്ക് ഈ ക്രിസ്തുവിൻ്റെ ഏത് പ്രായത്തിലും ഏത് അനുഭവത്തിലും അവനെ വന്ദിക്കാൻ സാധിക്കണം. ആമീൻ. ഇനി മറ്റൊരു ഘട്ടം യേശുവിൻ്റെ ക്രൂശീകരണമാണ് അടുത്തത്. അത് നേരെ തിരിച്ച. ഈ ക്രൂശീകരണ വേളയിൽ യേശുവിനെ കാണാൻ തിക്കും തിരക്കൊന്നുമില്ല. എവിടെ? അഞ്ചപ്പം വാഴ്ത്തി അനുഗ്രഹിച്ചു കൊടുക്കുമ്പോൾ ഭക്ഷിക്കാൻ സ്ത്രീകളുടെ എണ്ണം എത്രയാ? എത്ര എഴുതിയിട്ടില്ല. പുരുഷന്മാരുടെയോ? നമ്മൾ ഈ കഷ്ടപ്പാടും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കഴിച്ചതേ ഇവരുടെ ലിസ്റ്റിലുള്ളൂ. എന്താ സ്ത്രീകളുടെ ലിസ്റ്റില്ലാത്തതെന്ന് കജിഭാഷക്കറിയോ? അച്ഛനറിയോ എന്താ? അതാ കാര്യം. ദേ ആർ കൗണ്ട്ലെസ് എന്നാ സാറ് പറഞ്ഞല്ല. അതല്ല ഉത്തരം. സ്ത്രീകൾ കഴിക്കുന്നതിന് അളവില്ലതാ. അവർ കൗണ്ട്ലെസ് അല്ല, അവരെ കഴിക്കുന്നതിന് അത് കറക്റ്റാണ്. ഇച്ചിരി തിരിഞ്ഞു പോയി. കണക്കില്ലാതെ ചിലരങ്ങ് പെരുമാറിക്കഴിയും. അതുകൊണ്ട്
യോഹന്നാന് തന്നെ ഒരു നാണക്കേടായി. ആ പോട്ടെ, അതുകൊണ്ട് എഴുതാൻ ഞാൻ ഇവിടെ കിട്ടിയോ. 10,000 10,000 ഒന്നുമല്ല, ഇഷ്ടം പോലെ അങ്ങ് കഴിക്കുക. അപ്പോൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി, കഴിക്കാൻ വേണ്ടി 10,000 10,000 പേര് കുറഞ്ഞ വർഷം. യേശു കടലിൻ മീതെ നടക്കുന്നു പറഞ്ഞപ്പോൾ കേട്ട് 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 ആള് കൂടുക. ലാസറിനെ ഉയർപ്പിച്ചിടത്തെ ആവേശഭരിതരായിട്ട് ആള് കൂടുക. പക്ഷെ ക്രൂശിക്കപ്പെടുന്ന ഇടത്തെ ആളും ആരവാരവും ഇല്ല. ദാണ്ട് അവിടെ പിടിച്ചു നിൽക്കാൻ കെൽപ്പുള്ളവനാ യേശുവിൻ്റെ അനുഗാമി. ക്രൂശിനെ വിട്ടുപോകല്ലേ, ദാണ്ട് ഇവിടെ നിൽക്കണം. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചതിനേക്കാൾ, കടലിൻ മീതെ നടന്നതിനേക്കാൾ, അതുമല്ലെങ്കിൽ യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ചതിനേക്കാൾ ഏതൊരു ഭക്തൻ്റെ ആവേശം നീ അറുക്കപ്പെട്ടു. ഇതിനൊരു കാരണമുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ നല്ല പാട്ടാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ പാടുന്നത്. വിരുന്നിൻ്റെ വിവരമോ ഏതാണ്ടൊക്കെ പറഞ്ഞ് പാടുന്നത് കേട്ടു. പഴയ പാട്ടായുണ്ട്. ഈ സംസ്കൃതമാണ്, അല്ലേ? നല്ല പാട്ടാണ്. പാട്ട് മോശം നല്ല കേട്ടോ. ചിലതിൻ്റെ ഒന്നും അർത്ഥം പെട്ടെന്ന് അങ്ങനെ നമുക്ക് മനസ്സിലാവില്ല. ഈ പാടി വരുമ്പോഴാണ് അല്ലെങ്കിലും ചില ആളുകൾ ഈ ഭാഷയുടെ കാഠിന്യത്തിലാണ് പിടിച്ചു നിന്ന്. ഈ കുഞ്ഞല്ല കേട്ടോ, അതിനെ തെറ്റിദ്ധരിക്കല്ലോ, നല്ല പാട്ടാണ്. പക്ഷെ ഒരു കാര്യം, ഏത് പാട്ടാണെങ്കിലും നിത്യതയിൽ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഒരു 90% പാട്ടും അവിടെ ചെന്നാൽ വേണ്ടാത്തതാണ്. പറയാം, നല്ല പാട്ടുകൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും അത് നിത്യത ചെന്നാൽ വേണോ? കഴിഞ്ഞു. ഇവിടുന്ന് പോകുമ്പോഴേക്ക് അത് കഴിഞ്ഞു, തീർന്നു, അല്ലേ? കണ്ടിയിടും കണ്ടിയിടും ഇതൊക്കെ തീർന്നു, പാട്ട് കഴിഞ്ഞു, ഒന്നും വേണ്ട. ഇവിടുത്തെ ഉള്ളടക്കങ്ങളും ഇതൊന്നും വേണ്ട. സ്വർഗത്തെക്കുറിച്ചുള്ള പാട്ട് പോലും അവിടെ ഏൽക്കുകയില്ല. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ, നല്ല പാട്ടാ, പക്ഷെ സ്വർഗത്തിലൊന്നും പാടേണ്ട കാര്യമില്ല, അവിടെ വേറെയാ പാട്ട്. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഈ സ്വർഗത്തിലിരുന്ന് ദൂതഗണങ്ങൾ പാടുമ്പോൾ സ്വർഗത്തെപ്പറ്റിയല്ല പ്രകീർത്തിക്കുന്നത്. ഭൂമിയിലെ ഒരു സംഭവം സ്വർഗീയ ദൂതന്മാരെ ആവേശം കൊള്ളിക്കുന്നുണ്ട്, അത് ക്രൂശുമരണമാണ്. എന്താ ദൂതഗണങ്ങൾ പാടുന്നറിയണ്ടേ? നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ജാതിയിലും ഭാഷയിലുമുള്ള ഞങ്ങളെ ദൈവത്തിനായി വിലക്കി വാങ്ങി. കണ്ടോ, ക്രൂശ സ്വർഗത്തിനും ആവേശം പകരുന്ന സ്പന്ദനമെങ്കിൽ ആ ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കാൻ ശക്തിയുള്ളവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇനി അവിടെ ഉണ്ടൊരു പ്രശ്നം. യേശുവിനെ ക്രൂശിക്കുമ്പോൾ 2 പേരെ കൂടെ ക്രൂശിക്കുന്നുണ്ട്. കള്ളന്മാർ നമ്മുടെ പരിഭാഷയിൽ. ആക്ച്വലി ദേ ആർ നോട്ട് തീവ്സ്. അവർ കള്ളന്മാരല്ല, മറിച്ച് തീവ്രവാദികളാണ്. പരിഭാഷയിൽ വന്നൊരു പ്രത്യേകത. കള്ളനെ ക്രൂശിക്കുന്ന ഏർപ്പാടില്ല. കുറ്റത്തിൻ്റെ ഗൗരവം അനുസരിച്ച് ശിക്ഷയുടെ ഗൗരവം അങ്ങനെയല്ലേ? കള്ളനെ ജയിലിടുകയോ ചാട്ടവാറക്കടിക്കുകയോ വേണ്ടി വന്നാൽ പ്രാകൃതമായ ശിക്ഷ കൈവെട്ടിക്കളയൊക്കെയാണ്. പക്ഷെ ക്രൂശിക്കുകയല്ല. ഇവർ തീവ്രവാദികളാണ്. ഒരു സ്വതന്ത്ര രാഷ്ട്രം വെട്ടിപ്പിടിക്കാൻ റോമൻ ഭരണകൂടത്തിനെതിരെ വിപ്ലവം അഴിച്ചുവിട്ട 2 പേരെയാണ് ഈ കൊണ്ടിട്ടിരിക്കുന്നത്. അതിൽ ഒരുത്തൻ പറഞ്ഞത്, നീ ദൈവപുത്രനെങ്കിൽ നിന്നെയും രക്ഷിക്കണം, ഞങ്ങളെയും രക്ഷിക്കണം. അവനെ തള്ളാൻ വരട്ടെ, അവനൊരല്പം കൺസേണുള്ള കള്ളനാണ്. എന്നെ എന്നല്ല പറഞ്ഞു, ഞങ്ങളെ. എനിക്ക് എന്നാ മനസ്സിലായി, അവൻ പക്കാ രാഷ്ട്രീയക്കാരനാണെന്ന് അന്നാ മനസ്സിലായി. അവൻ യൂണിയൻ്റെ ആളാണ്. അതാ ഞങ്ങളെ നീ പറയുന്നു, മനസ്സിലായില്ലേ? പിന്നെ അവൻ അവിടെ കിടന്ന് അസോസിയേഷൻ ഉണ്ടാക്കാൻ പോവാം. ക്രൂശിൽ കിടക്കുമ്പോഴും നമുക്കൊരു സംഘടന ഉണ്ടാക്കിയേക്കാം. നമ്മളിങ്ങനെ നടന്നാൽ പോരാ, നമുക്കൊരു സംഘടന. മക്കളെ, എന്തെല്ലാം കഥകളാണ്. തിരുവനന്തപുരത്തുള്ള നിങ്ങളോട് ഞാൻ സംഘടനയെപ്പറ്റി ഒത്തിരി പറയാനുണ്ടോ? അപ്പോൾ നോക്കുന്നവൻ ഒരു സംഘടന. ക്രൂശേ കിടന്നുകൊണ്ട് പറയാ, നീയും ഞാനും ഇവനും കൂടെ കൂടി നമുക്കൊരു സംഘടന. അല്ല, അവൻ പറഞ്ഞൊരു തെറ്റല്ല. അവൻ പറഞ്ഞെന്താ? നിന്നെ തന്നെയും, കണ്ടോ, ആദ്യം നീ രക്ഷപ്പെടണം, ഞങ്ങളെയും. അവനാ പറഞ്ഞത് യേശു കേട്ടിരുന്നെങ്കിൽ യേശു പറയാം, ശരിയാണല്ലോടാ, ഇത് ഞാൻ ഇറങ്ങുക, നിങ്ങളോട് ഇറങ്ങിയോ. ഈ 3 പേരോട് അതിലൊന്ന് നടന്നു പോയാൽ മതി, പീലാത്തോസ് രക്ഷിക്കപ്പെടും. ആ നാട് മുഴുവൻ മാറും.
മാറൂലേ? ഇത്ര ഐഡിയ ഉള്ളവനായി കള്ളൻ. ഒത്തിരി ഐഡിയ ഇങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമെന്നതിൻ്റെ അർത്ഥം. ഒത്തിരി ഐഡിയ ഇല്ലാതിരിക്കുകയല്ലേ. ഒത്തിരി ബുദ്ധി വെച്ച് കളിക്കരുത്. അങ്ങ് എല്ലാം ക്രൂശി കിടക്കുക. ഇവൻ നിസാര പുള്ളിയല്ല. ഇനി ഞാൻ അയാളെ വിടുന്നു. ഇയാൾ ഈ പറഞ്ഞതേ രക്ഷ തന്നെയാണ്. ആണോ? ഇയാൾ പറഞ്ഞ രക്ഷയാണേ. ഞാൻ വന്നപ്പോൾ ഇവിടെ പാസ്റ്റെടുത്തി വെച്ചു, ജോബി കാൽവിൻ പാസ്റ്റർ പ്രസംഗിച്ചത് എന്താണ്? അതിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയാണ്, രക്ഷയെക്കുറിച്ചാണ്. പക്ഷേ ഇന്നലെ ജോബി കാൽവിൻ പാസ്റ്റർ പറഞ്ഞ രക്ഷയല്ല ഇയാൾ പറയുന്ന രക്ഷ. ഇയാൾ പറഞ്ഞത് ക്രൂശ് ഒന്ന് ഒഴിവാകണം, നീ ഒന്ന് രക്ഷപ്പെടണം, ഞാനും ഒന്ന് രക്ഷപ്പെടണം, നമുക്ക് ഒന്നിച്ചൊന്ന് ജീവിക്കണം, നമുക്കേ നല്ല നിലയിൽ ഇന്ന് പോകണം, സംഘടന ഉണ്ടാക്കണം, ശക്തിപ്പെടണം, നമ്മളെ ക്രൂശിച്ചവരുടെ മുമ്പിലേ നമുക്ക് മാനമായിട്ട് ജീവിക്കണം. അല്ലല്ലല്ല, ഇതല്ലേ രാവിലെ നമ്മളും പ്രാർത്ഥിച്ചേ? വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഇതല്ലേ നമ്മളും ആഗ്രഹിച്ച്? ഇതിൻ്റെ വേറൊരു വേർഷൻ. എന്നിട്ട് എന്തിനാ അവനെ കുറ്റം പറയുന്നത്? എനിക്കൊന്ന് രക്ഷപ്പെടണം, മോള് വിദേശത്ത് പോകണം, പ്രമോഷൻ കിട്ടണം. അപകടം മനസ്സിലായോ? ഇല്ല, അത് രക്ഷയാ. പക്ഷെ അവൻ പറഞ്ഞത് ശരീരരക്ഷ. പിടിയോ? അപ്പുറത്ത് കിടന്നവൻ പറഞ്ഞത് ആത്മരക്ഷ. ആത്മരക്ഷയോളം വരില്ല ശരീരരക്ഷ. ശരീരരക്ഷ എന്നുള്ളത് സ്വാഭാവികമെങ്കിൽ ആത്മരക്ഷ അത്യാവശ്യമുള്ള കാര്യമാണ്. എല്ലാ മനുഷ്യർക്കും വേണ്ടതാ ആത്മരക്ഷ. അത് രണ്ടാമത്തെ കള്ളന് മനസ്സിലായി. അവനെ കള്ളൻ തൽക്കാലം വിളിക്കാം. അവൻ പറയുക, നിന്റെ രാജ്യത്തിൽ അടിയനെ ഓർക്കണം. ഇന്ന് സുവിശേഷ പ്രസംഗത്തിൽ ഈ രണ്ടാമത്തെ കാര്യം പോയിട്ട് ആദ്യത്തെ കാര്യം മാത്രം പറയുക. അത് ആളുകൾക്ക് സന്തോഷം, അത് ആൾക്ക് വലിയ ഇഷ്ടമാണ്. കാരണം മക്കളെ വിവാഹം കഴിപ്പിച്ചയക്കാൻ പോകുന്ന കാര്യമേ, വിദേശത്ത് പറക്കാൻ പോകുന്ന കാര്യമേ, ടൗണിന് നടുവിൽ വസ്തു വാങ്ങാൻ പോകുന്ന കാര്യമേ, അനിവാര്യതയുടെ നടുവിൽ ഇതൊക്കെ ശരിയാണെങ്കിലും സുവിശേഷത്തിൻ്റെ ഉൾക്കാമ്പ് അതിലല്ല, അത് നിത്യതയാണ്, വരാനിരിക്കുന്ന ലോകമാണ്. ഇതാ മനുഷ്യരുടെ കൂടെ ദൈവത്തിൻ്റെ കൂടാരം, ദൈവം താൻ അവരുടെ ദൈവമായിരുന്നു കൊണ്ട് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കളയുന്ന നിത്യതയെക്കുറിച്ചുള്ള ചിന്തയാ സുവിശേഷം. അത് പറയാത്തതൊന്നും സുവിശേഷമല്ല. ഹല്ലേലൂയ. അവിടെയാ ഇവന് തെറ്റുപറ്റിയേ. പക്ഷെ ഒരു കാര്യം, ഇത്രയും ആളുകൾ ക്രൂശിന് ചുറ്റും നിന്നിട്ടേ യേശുവിൻ്റെ രാജ്യം മനസ്സിലായതേ ഒരു കള്ളൻ, ഒരു പാവം മനുഷ്യന്. വേറെ ആർക്കും പിടിയിട്ടില്ല. അപ്പോൾ ക്രൂശിക്കപ്പെട്ടവനെ മനസ്സിലായി. ഉയർത്തെഴുന്നേറ്റവനെ ആദ്യം തിരിച്ചറിഞ്ഞത്, അവൻ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ തിരിച്ചറിഞ്ഞത് ഒരു പാവ സ്ത്രീയാണ്. പിന്നെ കുറേ സ്ത്രീകളാണ് അല്ലേ? മഗ്ദലീന, അവളാണ് ആദ്യം തിരിച്ചറിഞ്ഞത്. അപ്പോൾ തിരിച്ചറിയേണ്ടവരൊക്കെ ഉണ്ടായിരുന്നു. ക്രൂശ് മുതൽ തിരിച്ചറിയേണ്ടവരുണ്ടേ. വാസ്തവത്തിൽ ഇവിടെ വരേണ്ട മനുഷ്യരുണ്ടേ. പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, ഉയർത്തെഴുന്നേറ്റ ലാസർ, യായിറോസിൻ്റെ മകള് യായിറോസ്, ഇങ്ങനെ ദൈവത്തിങ്കൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഭൗതിക രക്ഷ കിട്ടിയ മനുഷ്യർ വരേണ്ട സ്ഥലമാ ക്രൂശേ. അവരൊന്നും അവിടെ ഇല്ല. എന്നാൽ ഞാനിന്ന് സന്തോഷത്തോടെ പറയും, അവരിൽ കവിയുന്നൊരാനന്ദം ഈ ക്രൂശിൻ്റെ ചുവട്ട് നിൽക്കുമ്പോൾ പിൽക്കാലഘട്ടത്തിൽ യോഹന്നാൻ അനുഭവിക്കാൻ സാധിച്ചു. ധനനായ യോഹന്നാൻ. ഞാൻ അതിലേക്ക് അവസരമുണ്ടെങ്കിൽ ക്രമേണ കടന്നു വന്ന് ഉപസംഹരിക്കാം, സമയമെത്തും. ഇനി ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ട് അതിപ്രഭാതത്തിൽ ഇരുട്ടുള്ളപ്പോൾ മറിയ കല്ലറയ്ക്കൽ ചെന്നു. മഗ്ദലന മറിയം. അതിൻ്റെ ആഘോഷമൊക്കെയാണ് ഇന്ന് ഈ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ ഈ വരുന്ന വഴിക്കല്ല ഇതിൻ്റെ ആഘോഷമുണ്ട്. ഈ വീണും എഴുന്നേറ്റും ആ പാട്ടുമൊക്കെ പാടി ഇങ്ങനെ അത് അവരെ കുറ്റം വിധിക്കുകയല്ല കേട്ടോ, നടക്കട്ടെ, അതൊക്കെ ചെയ്യട്ടെ. പക്ഷെ ഒറ്റ കാര്യം സ്നേഹിത, ഈ ചടങ്ങെല്ലാം കൊള്ളാം. പക്ഷെ ഇന്നവൻ നിന്നോട് പറയുക, അക്ഷരാർത്ഥത്തിൽ നിനക്കെൻ്റെ ക്രൂശുമെടുത്ത് എൻ്റെ കൂടെ വരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, ഇന്നലെ ക്രൂശ് ചുമന്ന നിനക്ക് ഒരു സമർപ്പണമില്ലെങ്കിൽ ഇത് നാടകം മാത്രമാണ്. മനസ്സിലായി പറഞ്ഞേ? പ്രദക്ഷിണത്തിൽ ഇടപെടുന്ന നിങ്ങൾക്ക് പറയാൻ പറ്റണം, നാഥാ നിൻ്റെ ത്യാഗമനുഷ്ഠിക്കാൻ, നിനക്ക് വേണ്ടി നടക്കാൻ, നിനക്ക് വേണ്ടി ജീവിക്കാൻ ഒരവസരം എനിക്ക് തരുമെങ്കിൽ ഞാനിതാ എന്നെ തന്നെ സമർപ്പണം ചെയ്യുന്നു. അപ്പോഴേ അതിൻ്റെ അർത്ഥം പൂർണ്ണ വ്യാപ്തി കൈവരിക്കത്തുള്ളൂ. അപ്പോൾ ഒരു കാര്യം, ഈ യേശുവിനെ ക്രൂശിൽ വെക്കുമ്പോൾ ഈ ബോഡി സത്യത്തിൽ ഏറ്റുവാങ്ങേണ്ടതാരാ?
അപ്പം തിന്ന ശിഷ്യന്മാരാ. യേശു എന്തെങ്കിലുമൊക്കെ ഗുണം ചെയ്തവരാ ഇപ്പം തിരിച്ചൊന്ന് ചെയ്യേണ്ടതേ. സ്തോത്രം. ഞാൻ അടുത്തൊരു സ്ഥലത്ത് ഇവിടെ 2 ദിവസം യോഗമായിരുന്നു കഴിഞ്ഞ ആഴ്ച. വരും വഴിക്കൊരു കാര്യം അറിയുന്നു. എനിക്ക് ജ്യേഷ്ഠസ്ഥാനീയനായ ഒരു കർത്തദാസൻ മരിച്ചു. ഒരു ബോഡി അടക്കാൻ വിളിച്ചു. നമ്മുടെ ഈ നോട്ടീസൊക്കെ അവിടെ വായിച്ചതാണ്. അപ്പോൾ ഞാൻ ഈ എക്സ്ക്യൂസൊക്കെ പറഞ്ഞു. അവർക്കത് ബോധ്യപ്പെട്ടു, കാര്യമൊക്കെ ബോധ്യപ്പെട്ടു. ഞാൻ ഇവിടുന്ന് തിരിച്ച് അവിടെ ചെന്ന് അടുത്ത ദിവസം ആ ബോഡി അടക്കി. എന്തിനാണെന്നറിയണ്ടേ? ജീവിതത്തിൻ്റെ കഷ്ടതയിൽ ഏറെ താങ്ങി നിർത്തി പ്രാർത്ഥിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹം മരിക്കുമ്പോൾ കേരളത്തിലാണെങ്കിൽ ഓടി എത്തണം. ഒരു സാധാരണ കടപ്പാടാണെങ്കിൽ ക്രൂശിൽ മരിച്ചവനെ കാണാൻ വരേണ്ട സാധാരണ കടപ്പാടുള്ള ഒരു 12 ശിഷ്യന്മാരുണ്ട്. യൂദാ പോട്ടെ 11 പേരുണ്ട്. യോഹന്നാൻ അവിടെ നിൽപ്പുണ്ട്. അത് ബന്ധുകൂടിയാണ്. ഒരുത്തനുമില്ല. കൈവിടപ്പെട്ടവനായി ഒറ്റപ്പെട്ടവനായി ക്രൂശിൽ കിടക്കുമ്പോൾ അവിടെ വന്നതേ അരിമത്തിയിലെ യോസഫും നിക്കോദിമോസും. കണ്ടല്ലോ, അവരപ്പം തിന്നവരല്ല, അവരാരവാരം മുഴക്കിയവരല്ല, അവരമ്മായിയമ്മ സുഖപ്പെട്ടപ്പോൾ ആർത്ത് വിളിച്ചവരല്ല, കടലും മീതി നടക്കുന്ന കാഴ്ചകൾ കണ്ടവരല്ല. രഹസ്യ ശിഷ്യന്മാരാ. ഹൃദയാന്തർഭാഗത്ത് യേശുവിനെ രക്ഷകനായി കണ്ടുമുട്ടി അത്തരം ഒറ്റപ്പെട്ട ജീവിതത്തിൻ്റെ ഉടമകളാ. വലിയ ഉത്തരം ഉൽപ്പാദിപ്പിക്കുന്ന ആശയത്തിൻ്റെ വ്യവസായങ്ങൾ അവരെ ഉള്ളിൽ നുരഞ്ഞു പൊന്തുന്ന ആഴമേറിയ ചിന്തകളുണ്ട്. അവർ ചിന്തിച്ചു, ഈ ശരീരം ക്രൂശിലിടാൻ പാടില്ല. അത് കാക്കകൾ കൊത്തിപ്പറിക്കും, അത് കഴുകൻ കൊത്തി വലിക്കും, കുടൽമാലകൾ തുറിച്ചു താഴെ വീഴും, മാംസക്കഷണങ്ങൾ കൊത്തി കടിച്ചു വലിക്കാൻ പറവകൾ ഓടിവരും, നായ്ക്കൾ ഓടിവരും. അങ്ങനെയെങ്കിൽ പ്രവാചകൻ മുമ്പൊരിക്കൽ എഴുതി, തൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാൺമാൻ സമ്മതിക്കയില്ല. ദ്രവത്വത്തിനേൽപ്പിക്കാതെ ഈ ശരീരം 100 മകിലും കൊണ്ടുള്ള കൂട്ടിട്ട് പൂശി മനോഹരമാക്കി രാജകീയമായ ഒരു യാത്രയെ കൊടുക്കാൻ 2 പേർ ചങ്കുറപ്പോടെ മുമ്പോട്ട് വന്നെങ്കിൽ അപ്പം തിന്നതിനേക്കാൾ കടലിൻ മീതെ നടന്നതിനേക്കാൾ എനിക്കിഷ്ടം ഈ ശരീരം ഏറ്റുവാങ്ങുന്നതാ. എനിക്ക് ഇവിടെ ലേപനം ചെയ്യുന്നതാ. ഈ സേവനം ചെയ്യാൻ മനസ്സുള്ള ആരുണ്ടിന്ന് രാത്രി ഈ തിരുവചനം കേൾക്കുമ്പോൾ എനിക്ക് ആ മുറി ഒപ്പണം, എനിക്ക് ആ കൈകാലുകൾ തഴുകണം, എനിക്ക് ആ മാറോട് ചേർന്ന് അവനെ ശുദ്ധിയാക്കിയെടുക്കണം. ആ ശരീരത്തിലേക്ക് എനിക്ക് ഏറ്റവും വിലപിടിപ്പുള്ള ഈ 100 മകിലും കൊണ്ടുള്ള കൂട്ടിട്ട് പൂശണം. അങ്ങനെ പ്രതീക്ഷിച്ച് ആരിവിടെ വന്നിട്ടുണ്ട്? അവരാ യേശുവിൻ്റെ അനുഗാമികൾ, അവരാ യേശുവിൻ്റെ സേവകർ. അങ്ങയുടെ പക്കൽ നിന്ന് അപ്പം വാങ്ങി ഭക്ഷിച്ച ഓർമ്മകളിലല്ല ക്രിസ്ത്യവിശ്വാസത്തിന്റെ കരുത്തെ നമുക്കിന്ന് പറയാം. ഈ രക്തം, ഈ ശരീരം, ഈ ആരോഗ്യം, ഈ വാർദ്ധക്യം, ഈ യൗവനം, ഈ കർത്താവിലേക്ക് തന്നതൊക്കെ നിന്റെ നാമ മഹിമയ്ക്കായി ഒന്ന് പ്രയോജനപ്പെടുത്താൻ ഒരവസരം നീ തരുമെങ്കിൽ അടിയനെ സമർപ്പിക്കുന്നു. ആ സമർപ്പണമുള്ള യുവാക്കൾ എഴുന്നേൽക്കണം, യുവതികൾ എഴുന്നേൽക്കണം. വരും കാലഘട്ടത്തിലെ നമ്മുടെ പ്രസ്ഥാനത്തെ, നമ്മുടെ സമൂഹത്തെ, യേശുവിൻ്റെ അനുഗാമികളെ ഉത്സാഹഭരിതരാക്കി മുമ്പോട്ട് നയിക്കാൻ ശക്തിയുള്ളവർ എഴുന്നേൽക്കണം. അതിനുവേണ്ടിയാ നമ്മൾ ഇന്ന് കൂടി വന്നിരിക്കുന്നത്. അപ്പോൾ ക്രൂശിക്കപ്പെട്ടവനോട് അനുഭാവം പുലർത്തിയത് 2 പേര്. ഉയർത്തെഴുന്നേറ്റവനെ മനസ്സിലായത് ഒരു പാവം മഗ്ദലീന. ആൾ വന്നിട്ട് പറയാ, തോട്ടക്കാരനെന്ന് തെറ്റിദ്ധരിച്ച് ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ടിട്ട് പറയാ, യജമാനനേ, നിങ്ങൾ എൻ്റെ കർത്താവിനെ എവിടെ വച്ചു? ഞാൻ കൊണ്ടുപോകാൻ വന്നതാ. ഒരു സ്ത്രീ യേശുവിനെപ്പോലൊരു യുവാവിനെ മരിച്ച ശവശരീരം എങ്ങനെ കൊണ്ടുപോകാൻ? പലർക്കും വേണ്ടതേ ജീവനുള്ള ശരീര. ആ ശരീരം കടലിൻ മീതെ നടക്കും. ആ ശരീരം കൊണ്ട് ഇങ്ങനെ കൽപ്പിച്ചാൽ കാറ്റും കടലും ശാന്തമാക്കും. ആ ശരീരം അനന്ത സാധ്യതകളുള്ളതാ. ആ ശരീരം കൊണ്ട് ആ പാലസ്തീനിയായിൽ തെക്ക് വടക്ക് നടന്നേ കാവർന്ന ഭൂമിയിലൊക്കെ 10,000ങ്ങളെ സുഖപ്പെടുത്തിയത്. അന്ന് ആൾത്തിരക്കുണ്ടായിരുന്നു, അന്ന് ജനാവലി ചുറ്റും കൂടുമായിരുന്നു. പക്ഷേ ക്രൂശിൽ മരിച്ച് ഈ ഗുഹയിലടക്കിയവൻ്റെ ശരീരം ആർക്കും വേണ്ട. പക്ഷേ എനിക്കിത് വേണം. ഈ ത്യാഗം ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ചെയ്യാൻ ചങ്കുറപ്പ് കാട്ടിയെങ്കിൽ ഇഹലോകത്തിൽ യേശുവിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ആരാധന ആ സഹോദരിയുടെ സമർപ്പണമാണെങ്കിൽ എനിക്ക് യേശുവിനെ വേണം, എനിക്ക് യേശുവിനെ വേണം. യേശുവിൻ്റെ മറുപടി, ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കരുതേ,
ഞാനിത് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ജീവസുറ്റ ആ കാഴ്ചയാണ് മഗ്ദലീനയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം. അവർ പറയും, നാഥ, നാളുകൾക്കപ്പുറത്തെ നിങ്ങളിൽ നിന്ന് പുറപ്പെട്ട സൗഖ്യം കിട്ടിയ നാളിലെ സന്തോഷത്തെക്കാൾ വലുതാ നിന്നെ ആദ്യം കണ്ടത് ഞാൻ. സ്ത്രീക്ക് വിലയും നിലയും കൽപ്പിക്കാത്ത പുരുഷാധിപത്യത്തിൻ്റെ ഭൂതകാലത്ത് യേശുവിൻ്റെ ദർശനം ആദ്യം കിട്ടിയ മഹത്തര വനിതാ രത്നമാണ് ആ മഗ്ദലീനയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരെ, നിങ്ങൾക്ക് വിലയും നിലയും തരാൻ കഴിവുറ്റ യേശു ഇന്നിവിടെ വന്നിരിക്കുന്നു. അവളാണ് ഉലകത്തോട് ആദ്യം പറഞ്ഞത്, അവൻ ഉയർത്തെഴുന്നേറ്റു, ഞാനവനെ കണ്ടു. ആ ശബ്ദം കേട്ട എളിയവനായ അനിൽക്കുരുത്തോട്ടം ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതല്ല, ഒരു സഹോദരിയുടെ സാക്ഷ്യം തലമുറകളിലൂടെ കറങ്ങി 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 തിരിഞ്ഞിവിടെ വരുമ്പോൾ അതിൽ ജീവനുണ്ട്, ഉന്മേഷദായകമാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. സ്തോത്രം. അങ്ങനെ ഇരിക്കെ ഈ വാർത്ത നാടകം പരന്നപ്പോൾ ഇതാ രണ്ടാളുകൾ എമ്മൗസിലേക്ക് പോകുകയാണ്. എമ്മൗസിലേക്ക് പോകുന്ന യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള ഈ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ യാത്ര ചെയ്യുക. 2 ശിഷ്യന്മാരെന്ന് അവിടെ എഴുതിയിരിക്കുക. ചില പഠനങ്ങൾ പറയുക, ഇത് ക്ലയപ്പാവ് എന്ന് പറയുന്നൊരു പുരുഷനും തൻ്റെ ഭാര്യയുമായിരുന്നു എന്നാണ്. കാരണം ഒരേ വീട്ടിലേക്ക് അവർ ചെല്ലുന്നു. ഇനി അല്ല, വേറെ 2 പേരാണെങ്കിലും അതിലെനിക്ക് വിരോധമൊന്നുമില്ല. അപ്പം ഞാൻ വിരോധിച്ചാൽ അത് മാറിപ്പോകത്തില്ലല്ലോ. അതുകൊണ്ട് അവരാരെങ്കിലും ആകട്ടെ, 2 ആളും പോവുക. ഇവരുടെ സംഭാഷണം യേശു ഉയർത്തെഴുന്നേറ്റു എന്നതിനെ ചുറ്റിപ്പറ്റിയുള്ള സംശയങ്ങളിലാണ്. അപ്പോൾ യേശു താനാണെന്ന് വ്യക്തമാക്കാതെ അവർക്കൊപ്പം നടന്നു. ചിലപ്പോഴൊക്കെ താനാണെന്ന് വ്യക്തമാക്കാതെ നമുക്കൊപ്പം അവനും വരുന്നുണ്ട്. ഈ അപകടം ഒരളവിൽ സൂക്ഷിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. നമ്മിലൊന്നും ആ ക്രിസ്തു ചെയ്തിനെ നിറകട്ടെ. കൂടെ വരുന്ന യേശു സംഭാഷണത്തിനിടയ്ക്ക് ചോദിച്ചു, കൂട്ടുകാരാ, നിങ്ങൾ എന്താ പറയുന്നേ? അപ്പോൾ ക്ലയപ്പാവ് പറയുക, കൊള്ളാം, യെരുശലേമിൽ വന്ന് പാർക്കുന്ന പ്രവാസി ജൂതന്മാരിൽ നീ ഒരുത്തൻ മാത്രം ഈ വിശേഷം അറിയാതിരിക്കുന്നോ? നസ്രായനായ യേശുവെന്ന യോസേഫിൻ കുലത്തിൽ, ദാവീദിൻ കുലത്തിൽ ജനിച്ചു വളർന്ന ഒരുവനുണ്ടായിരുന്നു. ഞങ്ങളോ, ഇസ്രായേലരായ ഞങ്ങളെ അവൻ രക്ഷിക്കാനിരിക്കുന്നുവെന്ന് പ്രതീക്ഷ വച്ചു. പക്ഷേ അവനിതാ ദാരുണമായി പീലാത്തോസിനാൽ വിധിക്കപ്പെട്ടിരിക്കുന്നു, സ്വന്തം ജനത്താൽ തള്ളിക്കളയപ്പെട്ടിരിക്കുന്നു, സ്വന്തം ശിഷ്യനാൽ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കപ്പെട്ടിരിക്കുന്നു. അവൻ ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കി. ഇത്രയും സത്യമാണ്. പക്ഷേ ഇപ്പോൾ ഒരു വാർത്ത പരക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളോട് കൂടെയുള്ള സ്ത്രീകൾ, പുരുഷന്മാർ ഒക്കെ അവൻ്റെ കല്ലറ സന്ദർശിക്കുമ്പോൾ അവനവിടെ ഇല്ല. അത്ഭുതം കൂറുക. ഞങ്ങൾ പീലാത്തോസാക്കിയ കാവൽക്കൂട്ടത്തെ, ഇമ്പീരിയൽ മുദ്രയെ, അടച്ചുവച്ച കല്ലിനെ ഒക്കെ ധരണം ചെയ്തുകൊണ്ട് ആ ശരീരം അപ്രത്യക്ഷമായിരിക്കുന്നു. ഇത് ചിലർ പറയുക അവൻ ഉയർത്തെഴുന്നേറ്റു, ചിലർ പറയുക മറ്റെന്തോ സംഭവിച്ചു. ഈ സംഭാഷണം കൊണ്ട് മുറുകിയപ്പോൾ യേശുവിൻ്റെ വിളി അല്പം കട്ടികൂടി. യേശു വിളിക്കുക, ബുദ്ധിഹീനരേ. നമ്മളെ ഇത്തരം വിളിക്കേണ്ട, അതിനു മുമ്പ് അസംബ്ലീസോട് വിട്ടു. മനസ്സിലായില്ലേ? പക്ഷെ വിളിക്കുന്ന യേശു ആണെങ്കിൽ അത് കേൾക്കാൻ മടിക്കണ്ട, അതിനകത്തുകൊണ്ടൊരു സാന്ത്വനം. പിന്നെ യേശു വിളിച്ചു, ബുദ്ധിഹീനരെ, പ്രവാചകൻ പറഞ്ഞ തിരുവെഴുത്ത് വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എല്ലാം പറഞ്ഞിട്ട് പറയുക, ദൈവത്തിൻ്റെ ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഇത്രയും പറഞ്ഞിട്ട് തന്നെക്കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞ് വചനങ്ങൾ അങ്ങോട്ട് വിശദീകരിക്കുക. വിശദീകരണം ശക്തിപ്പെട്ടു വരിക. ഇത്തരം വിശദീകരണത്തിന് പ്രധാനമായി പോകുന്നത് യെശയ്യ 53-ലേക്കാണ്. ഷണ്ണനുമൊക്കെ വായിച്ചതല്ലേ? ആ യെശയ്യ 53 യേശുക്രിസ്തു ജനിക്കുന്നതിന് 700 കൊല്ലം മുമ്പ് യേശു എങ്ങനെ മരിക്കണം, ആരായിരിക്കും അവൻ ഇത്യാദി ചിന്തകളുടെ സമാഹാരമാണ്. അത് യെശയ്യ തന്നെ പറയുന്നതല്ലല്ലോ. അങ്ങ് ഉൽപ്പത്തി മുതലുള്ള പ്രവാചക ശ്രേഷ്ഠന്മാർ ഒന്നിനോട് ചേർത്ത് വിളക്ക് ചേർത്ത ചിന്തകളുടെ ഒരു സമന്വയമാണ്. അതുകൊണ്ട് യെശയ്യാവ് ചോദിക്കുന്നത്, ഞങ്ങൾ അങ്ങ് ഉൽപ്പത്തി മുതൽ ഇവിടെ വരെയുള്ള ഞങ്ങൾ കേൾപ്പിച്ചതേ, ഞങ്ങൾ പഠിപ്പിച്ചതേ, ഞങ്ങൾ പ്രസംഗിച്ചതേ ആർ വിശ്വസിച്ചിരിക്കുന്നു? എന്തൊരാനന്ദമാണെന്ന് അറിയണ്ടേ? ആ വചനം, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു
യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തുനിന്ന് വേർ മുളയ്ക്കുന്ന പോലെയും അവൻ്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ അടിക്കപ്പെട്ടും നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖമറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാമോ ദൈവനെ ആദരിച്ചതുമില്ല എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യമെന്നുമിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. യഹോവ നമ്മുടെ എല്ലാം അകൃത്യം അവൻ്റെ മേൽ ചുമത്തി തന്നെത്താൻ താഴ്ത്തി. വായ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. വചനമങ്ങ് തുടരുക. ഒരു മഹാപ്രളയം പോലെ പോവുക. യേശു ഇതങ്ങോട്ട് പറഞ്ഞിട്ടേ അങ്ങോട്ട് വിശദീകരിച്ചു കൊണ്ടിരുന്ന് ഇവരുടെ ഉള്ളിലെ അവിശ്വാസത്തിൻ്റെ മുഴുവൻ ആ ചാരം അങ്ങോട്ട് കുടഞ്ഞു മാറ്റിക്കിട്ടേ വിശ്വാസത്തിൻ്റെ താപജ്വാലകൾ ജ്വലിച്ചു വരുന്ന നിലയിലേക്ക് കാര്യമങ്ങോട്ട് വിശദീകരിച്ച് കുറേ ദൂരം ഇങ്ങോട്ട് വന്നപ്പോൾ മുമ്പോട്ട് കടന്നു പോകുന്നത് പോലെ ഭാവിച്ചു. മുമ്പേ മന്ദബുദ്ധി എന്ന് വിളി കേട്ട കക്ഷി പറയാ, നാഥ പോവല്ലേ, നേരം വൈകുന്നു, അടിയൻ്റെ വീട്ടിൽ പാർക്കാം, വാ. അതാ വചനം നമുക്ക് തരുന്ന താഴ്മ. വചനം കേൾക്കുന്നതിന് താഴ്മയും വിനയമൊക്കെ വരുന്നേ. ഹല്ലേലൂയ. മുമ്പ് ഇങ്ങനെയൊക്കെ നീ വിളിച്ചാന്നോർത്ത് തിരിച്ച് ഇതുപോലൊരു വിളി കൊടുത്തിട്ട് പോകാം. അതാ നമ്മുടെ പാക. മനസ്സിലായില്ലേ? നാഥ നേരം വൈകുന്നു, ഇന്ന് വീട്ടിലാ പാർക്കാം, വാ. വീട്ടിലേക്ക് വന്നു, ഭക്ഷണം എടുത്തു. ഇവർ പ്രാർത്ഥിക്കുന്നതും ഭക്ഷിക്കുന്നതുമല്ല ഒരേ സ്ഥലത്താണ്. ഭക്ഷണം വെച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായോ? കുഞ്ഞുങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷം. ഇന്നു മുതൽ യഹൂദന്മാരുടെ കൂട്ട് നമ്മളും ജീവിക്കണം എന്ന് കുഞ്ഞുങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞെന്ന് തോന്നുന്നില്ലേ? കാരണം ഭക്ഷണം വെച്ചേക്കുന്നു, തൊട്ടടുത്തിരുന്ന് പ്രാർത്ഥിക്കുക. വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഭക്ഷണം ആദ്യം കഴിക്കേണ്ടത് അതിഥി അല്ല, വീട്ടുകാരാണ്. അവിടുത്തെ രീതി അനുസരിച്ച് അമ്പട എന്തൊരു ഏർപ്പാടാ. ഞാൻ സജിപ്പാഷ വീട്ടിൽ ഭക്ഷണത്തിന് ചെന്നാൽ സജിപ്പാഷും ഭാര്യയും കുഞ്ഞുങ്ങളും ആദ്യം കഴിക്കും, പിന്നെ എനിക്ക്. ഓർത്തിട്ട് തന്നെ സഹിക്കാൻ പറ്റുന്നില്ലേ? നമ്മൾ സ്ഥലം വിട്ട് പോയി ചായ കുടിക്കപ്പോഴേക്കും. അവരുടെ നാട്ടിൽ അങ്ങനെ. പക്ഷേ വിളമ്പുന്നത് അതിഥി വീട്ടുകാരനാണ്. പേടിക്കണ്ട. ഇതേ ഈ വീട്ടുകാർക്ക് ഒരപ്പം നുറുക്കി കൊടുക്കുമ്പോൾ അവർ കഴിച്ചു എന്ന് വരുത്തി തീർക്കുകയുള്ളൂ. എന്നിട്ട് കഴുകി ശുദ്ധിയാക്കി ഇദ്ദേഹത്തിന് വിളമ്പുക. അദ്ദേഹം ആവശ്യത്തിന് കഴിച്ചു കഴിഞ്ഞാൽ വീട്ടുകാർ ശരിക്കും കഴിക്കുന്നു. ഞങ്ങൾ തൃപ്തരായി എന്ന് പ്രതീകാത്മകമായി ഓർമ്മിപ്പിച്ച് പിൻവാങ്ങലാണ് ഈ ഏർപ്പാട്. യേശു ഈ അപ്പം എടുത്തു, വാഴ്ത്തി നുറുക്കി അങ്ങോട്ട് കൊടുത്തു. കണ്ണടച്ചിരിക്കുന്ന ആളുകൾ കണ്ണ് തുറക്കുമ്പോഴേക്കും അവൻ അപ്രത്യക്ഷനായി. എവിടെ അവിടുന്ന്? ഞങ്ങളുടെ കൂടെ വന്ന വ്യക്തിയുടെ അമ്പരപ്പോടെ ചോദിക്കുമ്പോൾ ആളിനെ മനസ്സിലായി. ഈ ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ ഇന്നൊരു ദർശനം പ്രാപിച്ചേ പോകാവൂ. തിരസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ കണ്ടാൽ ആർക്കും മനസ്സിലാകും. പിറന്നു വീണ ക്രിസ്തുവിനെ കണ്ടാൽ ആളുകൾ ഓടിവരും. ചില നിർണായക ഘട്ടങ്ങളിൽ യേശു നിൻ്റെ അരികിൽ വരും. തിരിച്ചറിയാൻ വലിയ പാടാ. നഗ്നനായി, വിശക്കുന്നവനായി, ഇല്ലായ്മക്കാരനായി, ഒറ്റപ്പെടുന്നവനായി, സംഭാഷണത്തിൽ അതിഥിയായി കൂടെ വരും. അവർ പറയാ, അവൻ നമ്മോട് തിരുവെടുത്ത് വിശദീകരിച്ചപ്പോൾ നമ്മുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നു. ഇന്നിവിടുന്ന് പിരിയുമ്പോൾ കേട്ട തിരുവചനം ഉള്ളിൽ കിടന്ന് കത്തണം. വചനം ഉള്ളിൽ ഫലം കായ്ക്കണം. ഒരു കാര്യം ഉറപ്പാ, കേട്ടത് വചനമെങ്കിൽ ആ വചനം രോഗശാന്തിയാ, ആ വചനം വിടുതലാ, അത് മാനസാന്തരമാ. ജീവിതത്തിൽ ഇതുവരെ കടക്കാത്ത അതിജീവനത്തിൻ്റെ ശക്തിയാ ആ വചനം. ആ വചനം കേട്ട് ഗ്രഹിച്ച നമുക്കിന്ന് യേശുവിനെ ഉള്ള അളവിൽ ഉൾക്കൊണ്ട് ജഗത്തിൻ ജീവിതം നയിച്ച് മടങ്ങാൻ സർവശക്തൻ കൃപ നൽകട്ടെ. കണ്ണുകളടയ്ക്കുക, പ്രാർത്ഥിക്കുക, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കുക. ഒരു വേള പ്രാർത്ഥിച്ചോട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അകപ്പെട്ടു പോയ ജീവിത ദുരിതത്തിൽ
ഒരു പിടി സംശയത്തിൽ, സന്തോഷമില്ലാത്ത അനുഭവത്തിൽ മുമ്പോട്ട് പോകാനാവാതെ വിഷമിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ യേശു സാന്നിധ്യം നിങ്ങൾക്ക് ഉത്തരമരുളട്ടെ. ഞാൻ മനസ്സിലാക്കുന്നു, ഈ കമ്പൗണ്ടിലിരിക്കുന്ന ഭൂരിപക്ഷ ആളുകൾ, ഒരുപക്ഷെ 100% പേരും യേശുവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചവരാ. പക്ഷെ ഒരാളെങ്കിലും യേശുവിനെ കൂടാതുണ്ടോ? യേശുവിനെ സ്വീകരിക്കാതുണ്ടോ? നാഥ, കഴിഞ്ഞ രാത്രിയും ഇന്നും ഞങ്ങൾ തിരുവെഴുത്തിനെ കേട്ടു, എനിക്ക് അങ്ങേ സ്വീകരിക്കണം രക്ഷിതാവായി. മഗ്ദലന മറിയെപ്പോലെ, അരിമത്തിലെ യോസഫിനെ പോലെ എൻ്റെ യേശുവിനെ അനുധാവനം ചെയ്യണം. എൻ്റെ പാപത്തിൻ്റെ കടങ്ങൾ ക്ഷമിച്ച് എന്നെ ഒരു ദൈവവൈതലാക്കണം. ഒപ്പം ഞാൻ യേശുവിനെ സ്വീകരിച്ചു, പക്ഷേ ഇതുവരെ സ്നാനമറ്റില്ല. പലയാവർത്തി കെട്ട വചനം എൻ്റെ ഉൾത്തടത്തിൽ പാപബോധം വരുത്തിയെങ്കിലും പിന്നീടാകട്ടെ എന്ന് കരുതി മാറ്റിവെച്ചു. സ്നാനപ്പെടാൻ ആളുണ്ട്. ഒരുപക്ഷെ ക്യാമ്പസിന് പുറത്ത് വചനം കേൾക്കുന്നവർക്കിടയിൽ ഈ വചനങ്ങളോട് പ്രതികരിക്കാൻ മനസ്സുള്ള, അത്തരത്തിൽ വിശ്വാസ സ്നാനമേൽക്കാൻ, രക്ഷാനുഭവം പ്രാപിപ്പാൻ ആരുണ്ട്? അവർക്ക് കരമുയർത്താം. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ആരുണ്ട് അവർക്ക് കരമുയർത്താം? ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ഒപ്പം മൂന്നാമതൊരു കാര്യം കൂടി, എനിക്ക് ഉറപ്പോടെ യേശുവിൻ്റെ സന്നിധിയിൽ നിൽക്കണം. ഭൗതിക വസ്തുക്കൾക്കപ്പുറത്ത് നിലനിൽക്കുന്ന ദൈവവചനത്തിനായി നിൽക്കണം. യേശുവിനെ പ്രസംഗിക്കണം, യേശുവിനെക്കുറിച്ച് പാടണം. പ്രതിഫലിച്ച കൂടാതെ നിത്യതയെക്കുറിച്ചുള്ള ബോധം അതിലൂടെ സഞ്ചരിക്കണം. യേശുവിൻ്റെ പൈതലായി മരിച്ച് യേശുവിൻ്റെ സന്നിധിയിൽ ചേരണം. എനിക്ക് യേശുവിനായി നിൽക്കണം. അചഞ്ചലതയോടെ യേശുവിനെ പ്രസംഗിക്കണം. ആർക്കാഗ്രഹമുണ്ട് യേശുവിനൊപ്പം നിൽക്കാൻ? എൻ്റെ കുടുംബത്തിനായി പ്രാർത്ഥിക്കണം. മദ്യത്തിൻ്റെ ലഹരിയിൽ, മയക്കുമരുന്നുകളുടെ ലഹരിയിൽ സ്വയം തകർന്ന വീട ഒന്ന് രക്ഷപ്പെടണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശബ്ദപരിധിയിൽ ദൂരത്ത് കേൾക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ കാണണ്ട, നിങ്ങൾക്ക് കരമുയർത്താം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു സാന്നിധ്യം നിങ്ങളിൽ വസിക്കട്ടെ. ഞാനൊരു വാക്കിൽ പ്രാർത്ഥിച്ച് വേദി കൈമാറുന്നു. സ്വർഗസ്ഥ പിതാവേ, കേട്ട വചനം അങ്ങയുടെ മക്കൾക്ക് അനുഗ്രഹപ്രദമാക്കണം. ഞങ്ങൾ ഈ ദേശത്തെ യേശുക്രിസ്തുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. വചനം കേട്ട എല്ലാവരുടെയും മീതെ നിൻ്റെ കാരുണ്യവർഷമുണ്ടാകണം, ശാശ്വത അനുഗ്രഹമുണ്ടാകണം. കർത്താവ് കേട്ട വചന നിമിത്തം അവർക്ക് രോഗശാന്തി നൽകണം, കുടുംബ സമാധാനം നൽകണം. മദ്യലഹരിയിൽ, മയക്കുമരുന്ന് ലഹരിയിൽ നിന്ന് ശക്തമായ വിമോചനം നൽകണം. നസ്രയനായ യേശുക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഈ നാടിനെ അനുഗ്രഹിച്ച് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.